അപ്പോൾ എങ്ങോട്ടേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നീക്കാൻ പറ്റും. ഈ റുബിക്സ് ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം റുബിക്സ് ക്യൂബിന് 3 ടൈപ്പ് പീസുകളുണ്ട്. 3 ടൈപ്പ് പീസുകൾ. ഒന്ന് സെന്റർ പീസ് എന്ന് പറയും. സെന്റർ പീസിന് ഒരു സൈഡിൽ മാത്രമേ കളർ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എങ്ങനെയാലും നീക്കാൻ പറ്റില്ല, അത് അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഉള്ളത് മിഡിൽ പീസ് എന്ന് പറയും. ഒരു സൈഡിന്റെ മിഡിൽ വരുന്നത് 2 സൈഡ് കളർ ഉണ്ടാവും. 2 സൈഡ് കളർ എന്ന് അത് നമുക്ക് ഇങ്ങനെ നീക്കുമ്പോൾ അതും കൂടെ നീങ്ങും. എപ്പോഴും മിഡിലായിരുന്നേ വരുള്ളൂ, 2 സൈഡിൽ കളർ ഉണ്ടാവുള്ളൂ. പിന്നെ മൂന്നാമത്തെ പീസ് എന്ന് പറഞ്ഞാൽ കോർണർ പീസാണ്. അതിന് 3 സൈഡ് കളർ ഉണ്ടാവും. അത് വളരെയധികം നീങ്ങും. ഇതിന് നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്യും, ഓരോ സൈഡിനും ഓരോ പേരിടും. ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഫ്രണ്ട്, ഇങ്ങനെ പിടിച്ചാൽ ഇത് ഫ്രണ്ട്, ഇങ്ങനെ പിടിച്ചാൽ ഇത് ഫ്രണ്ട്, ഇത് ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, ഡൗൺ. ഓക്കെ, അങ്ങനെ പേരിടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ ക്ലോക്ക് വൈസ് തിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ ലെഫ്റ്റ് ഇൻവേഴ്സ് ആണ്, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ റൈറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഓരോ സൈഡ് ഒപ്പിക്കാൻ വേണ്ടി ഓരോന്നിനും വേണ്ടി എങ്ങനെ തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അപ്പ്, ഇങ്ങനെയാണെങ്കിൽ അപ്പ് ഇൻവേഴ്സ്, ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഇൻവേഴ്സ്. അങ്ങനെ ഓരോ സൈഡും തിരിക്കുന്നത് എങ്ങനെയാണ് തിരിക്കുന്നത് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പേരിട്ടു. ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു മൂവ് കാണിച്ചു തരാം. ഇപ്പോൾ റൈറ്റ് ഇൻവേഴ്സ്, ഡൗൺ ഇൻവേഴ്സ്, റൈറ്റ് ഡൗൺ. നമ്മൾ ഇതെല്ലാം കൊള്ളായില്ലേ. അപ്പോൾ ഈ മൂവ് ഞാൻ 6 വട്ടം ചെയ്തല്ലേ. റൈറ്റ് ഇൻവേഴ്സ്, ഡൗൺ ഇൻവേഴ്സ്, റൈറ്റ് ഡൗൺ, 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 റൈറ്റ് ഇൻവേഴ്സ്, ഡൗൺ ഇൻവേഴ്സ്, റൈറ്റ് ഡൗൺ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പഴയ ക്വസ്റ്റ്യൻ എത്തി. അപ്പോൾ ആ മൂവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു റൊട്ടേഷൻ ആണ്. അപ്പോൾ ഈ പീസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞത്. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം ഓരോ സൈഡിൽ ഓരോ കളർ ഒപ്പിക്കണം അല്ലേ. ഓരോ സൈഡ് കളർ ഒപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഈ സൈഡിൽ ഏത് കളർ വേണം, ഈ സൈഡിൽ ഏത് കളർ വേണം എന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ സെന്റർ പീസാണ്. സെന്റർ പീസ് മാറൂല. അപ്പം സെന്റർ പീസ് നോക്കിയിട്ട് ആണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് കളർ വേണമെന്ന്. ഇവിടെ ഇപ്പോൾ റെഡ് വേണം, ഇവിടെ ഗ്രീൻ, ഇവിടെ വൈറ്റ് വേണം, ഇവിടെ ഗ്രീൻ വേണം. അപ്പം അങ്ങനെ ഓരോരോ കളർ തീരുമാനിക്കുന്നത് അതാണ്, അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നത്, ആദ്യം ഒരു ലെയർ ഓരോരോ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഓരോ ലെയറായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മഞ്ഞയാണെങ്കിൽ ഇവിടെ എല്ലാം ചുവപ്പായിരിക്കണം. ഇപ്പോൾ ഇവിടെ നീലയാണെന്ന് വിചാരിക്കണം, ഇങ്ങനെ ഒപ്പിച്ച് ഇവിടെ മഞ്ഞ ഇത് ഒത്തിട്ടില്ല. അപ്പോൾ അത് ശരിയല്ല. ഇവിടെ ചുവപ്പ് തന്നെ വരണം, ഇവിടെ നീല തന്നെ വരണം. അങ്ങനെ ആയിട്ടായിരിക്കും നമ്മൾ ഒപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് ഷാഫിൾ ചെയ്യും. ഇങ്ങനെ കുറച്ച് ഷാഫിൾ ചെയ്താൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ആകെ ഫുൾമാലാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം ഏത് പീസ് വെച്ചിട്ട് തുടങ്ങാം. നമുക്ക് ഇപ്പോൾ വൈറ്റിൽ തുടങ്ങാം. വൈറ്റ് ആകുമ്പോൾ കാണാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു കളർ. അപ്പം വൈറ്റ് വെച്ചിട്ട് തുടങ്ങാം. വൈറ്റ് വെച്ച് തുടങ്ങുമ്പോൾ ഇതിന് ചുറ്റും വൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഇതിന് ചുറ്റും വൈറ്റ് ഉണ്ടായിരുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ക്രോസ് ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ക്രോസ് ഉണ്ടാക്കുക. ക്രോസ് ഉണ്ടാക്കാൻ നമുക്ക് മിഡിൽ പീസുകൾ അപ്പോൾ ഒരു മിഡിൽ പീസ് ഇവിടെ ഉണ്ട്, ഒരു മിഡിൽ പീസ് ഇവിടെ, ഒരു മിഡിൽ പീസ് ഇവിടെ, ഒരു മിഡിൽ പീസ് ഇവിടെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. 4 മിഡിൽ പീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പീസ് എത്തിയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ നീലയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ എത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിവിടെ വെച്ച് കറക്റ്റായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രോസ് ഉണ്ടാക്കാൻ ഞാൻ എളുപ്പമായി ഒന്നും പറഞ്ഞു തരില്ല. അതിങ്ങനെ കുറേ നീക്കി കളിച്ചാൽ ഇങ്ങനെ ക്രോസ് ഉണ്ടായി വരും. തല തിരിഞ്ഞല്ലേ. നമുക്കിവിടെ ഒരു ക്രോസ് ഉണ്ടായി. ക്രോസ് നോക്ക്, പീസുകളെല്ലാം നോക്ക്, പീസുകളെല്ലാം കറക്റ്റായിട്ടുള്ള നമുക്കൊരു ക്രോസ് ഉണ്ടായി. ഈ പീസിനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ക്രോസ്. അപ്പോൾ ഈ ക്രോസ് റെഡി. ഇനി നമുക്ക് കോർണറുകൾ ഒപ്പിക്കണം. ഈ കോർണർ ഒത്തതാണ്, പക്ഷേ നമുക്കിപ്പോൾ ബാക്കിയുള്ള കോർണറുകളെല്ലാം കൂടി ഒപ്പിക്കണം. അതിനിപ്പോൾ ഒരു കോർണർ പീസാണ് എടുക്കുക. ഇല്ല, ഈ കോർണർ എവിടെ വരണം? ഇവിടെ നീലയാണ്, ഇവിടെ മഞ്ഞയാണ്. അപ്പം ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഇതിന് ഇവിടെ എത്തിക്കണം. അപ്പോൾ നമ്മൾ ഈ 2 പീസുകളും കൂടി ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൽഗോരിതം ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ച റൈറ്റ് ഇൻവേഴ്സ്, ഡൗൺ ഇൻവേഴ്സ്,
ചിലപ്പോൾ അത് ഒരു 5 വട്ടം വരെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പീസിനാണെങ്കിൽ ഈ പീസ് ഇവിടെ ഇതിനും ഇപ്പോൾ ഒരു വട്ടം തന്നെ ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഇവിടെ ഉള്ള പീസ് ഇവിടെ ഒറ്റ വട്ടം ചെയ്താൽ മതി. റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗൺ. ഇപ്പോൾ ഈ പീസ് ഇവിടെ വരേണ്ട പീസാണ് അല്ലേ, ഓറഞ്ച് പച്ചയുള്ളത് ഇവിടെ വരേണ്ട പീസാണ്, ഇത് ഇവിടെ വരണം. അപ്പോൾ ഇവിടെയുള്ള ഇവിടെ ഒറ്റ പണി തന്നെ, ഇതിന് ഇവിടെ എത്തിക്കാൻ മതി. റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗൺ. അപ്പോൾ ഇതിവിടെ എത്തി, ഇവിടെ നമുക്ക് ഉണ്ട്. അപ്പോൾ റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗൺ. അപ്പോൾ ഇവിടെ എത്തി. ഇനി ഏറ്റവും നീക്കത്തിന് കണ്ടെത്തും. റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ്. അപ്പോൾ ഇനി ഈ ലെയർ നമുക്ക് സോൾവ് ആക്കി. ഇനി ഞാൻ ഇതിനെ തിരിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ പീസുകളെല്ലാം ഒത്തിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. ഇനി ഈ മിഡിൽ പീസുകൾ മാത്രം നമുക്ക് ഒത്തിച്ചാൽ ഒരു സെക്കൻഡ് ലെയർ ഇതാവും. മിഡിൽ പീസുകൾ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ മിഡിൽ പീസുകൾ ഒന്നുകിൽ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഈ പീസിനടുത്ത് ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഈ പീസിനടുത്ത് ഇവിടെ വെക്കേണ്ടി വരും. അത്രേ ചെയ്യാനുണ്ടാവുള്ളൂ. ഇതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് ഇവിടുന്ന് ഇവിടെ വെക്കേണ്ടി വരിക. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വെക്കേണ്ടി വരുന്നത് ഇവിടുന്ന് ഇവിടെ വെക്കേണ്ടി ഒരേ ടൈപ്പ് ഞാനിങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പുറത്ത് വെക്കുന്നതാണെങ്കിൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ റൈറ്റ് ആവും. ഇപ്പുറത്ത് വെക്കുന്ന റൈറ്റ് എന്നൊക്കെ ലെഫ്റ്റ് ആവും. യു എന്നുള്ള യു ഇൻവേഴ്സ് ആവും. യു എന്ന് പറഞ്ഞാൽ അപ്പർ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ആവും. അങ്ങനെയൊക്കെ ആയിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പീസ് ഇവിടെ വരേണ്ടതാണോ ഇവിടെ വരേണ്ടതാണോ നോക്കാനാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ മേലെ യെല്ലോ അല്ലേ, അപ്പോൾ ഈ പീസ് മേലത്തെ പീസാണ്. അപ്പോൾ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ പീസ് നോക്കാം, ഇതിപ്പം യെല്ലോ ഇല്ലാത്ത പീസാണ്. അപ്പോൾ ഇത് താഴെ എവിടെ വരേണ്ട പീസാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് പച്ചമ കൊണ്ടുവെക്കും. ഇത് ഇങ്ങോട്ട് പോകേണ്ടതോ ഇങ്ങോട്ട് പോകേണ്ടതോ ഇത് ഇവിടെ വരേണ്ട പീസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഇത് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ്, പിന്നെ അപ്പ് ഇൻവേഴ്സ് ഫ്രണ്ട്, അതായത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇൻവേഴ്സ് അപ്പ് ഫ്രണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് ഇവിടെ വരും. ഇപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ട ഏതെങ്കിലും പീസ് നോക്കാം. ഓക്കെ, അപ്പുറത്തേക്ക് കൊണ്ട പീസ് എന്ന് വെച്ചാൽ ഇതാ. ഇപ്പോൾ ഈ പീസ് ഇവിടെ വരേണ്ട പീസാണ്. നേരത്തെ ഇവിടെ വരേണ്ട പീസാണ് നമ്മൾ ചെയ്തല്ലേ. ഈ പീസ് ഇപ്പോൾ ഇവിടെ ഇത് നീലയാണ്, ഇപ്പോൾ ഇവിടെ നീലയാണ്. എന്താ ഇവിടെ നീല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് അപ്പ് ഇൻവേഴ്സ്, നേരത്തെ അപ്പ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങി. അപ്പോൾ അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് വീണ്ടും അപ്പ് ലെഫ്റ്റ്, പിന്നെ വീണ്ടും ഇത് അപ്പ് ഫ്രണ്ട് അപ്പ് ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പോൾ ഈ പീസ് ഇവിടെ വന്ന് ഇനി അടുത്ത പീസ് നോക്കാം. ഇത് ഇവിടെ വരേണ്ട പീസാണ്. അപ്പോൾ അതേപോലെ തന്നെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഇനി ഇതൊക്കെ മഞ്ഞ, ഇത് മഞ്ഞയില്ലാത്ത ഇത് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ എല്ലാ പീസും കറക്റ്റായി. അപ്പോൾ ഈ സെക്കൻഡ് ലെയറും കൂടി നമുക്ക് കറക്റ്റായി. അപ്പോൾ ഇവിടെ എവിടെയോ മാത്രം വരേണ്ടതുള്ളൂ. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പീസ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് തലയിരുന്നില്ല, ഇവിടുത്തെ പീസ് ഇവിടുത്തെ പീസ് ഇവിടെ ആയിപ്പോയിട്ടുണ്ടാവും. മേലെ ഒന്നൊറ്റ പീസ് എടുക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു പീസ് നമുക്ക് വേണ്ടതുണ്ട്, അത് ഇവിടെ വേണ്ട പീസാണെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് ഏതെങ്കിലും ഒരു പീസിന് ഇവിടെ കയറ്റിയിടും. അപ്പോൾ ഈ പീസ് ചാടി പുറത്ത് വേടം വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താത്തി വെച്ചാൽ ഓക്കെ. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ മേലെ പോയാൽ മേലെ ഇപ്പോൾ ഈ കോർണറുകൾ നോക്കണ്ട. നമ്മളിപ്പോൾ ആദ്യം താഴെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോസ് ഉണ്ടാക്കണം. ക്രോസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അതിന് തന്നെ ക്രോസ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഒരു എല്ല് കിട്ടും, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. സ്ട്രൈറ്റ് ലൈൻ കിട്ടിയ സിമ്പിളാണ്. ഞാൻ എല്ല് കിട്ടുന്നത് കണ്ട് കാണിച്ചു തരാം. അല്ല, ഒന്നുകിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, നമ്മളിതൊന്നും പോയിട്ടില്ല. ഒന്നുകിൽ ഇങ്ങനെ ഇട്ടു, അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇട്ടു. കോർണർ മൈൻഡ് ചെയ്യുന്നില്ലേ. അല്ലെങ്കിൽ ഒരു ഡോട്ട് മാത്രം. ഡോട്ട് വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ.
യെല്ലോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കാം. എല്ലാം കിട്ടിയാൽ ആദ്യം നമ്മൾ അതിനെ സ്ട്രൈറ്റ് ലൈൻ ആക്കണം. നേരത്തെ നമുക്ക് ആദ്യം തന്നെ സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഇങ്ങനെ എല്ലാം കിട്ടിയെങ്കിൽ എല്ലിങ്ങനെ അല്ലേ, എല്ലാം കിട്ടിയെങ്കിൽ എല്ലിനെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ പിടിച്ചാൽ ശരിയാവില്ല, ഇങ്ങനെ തന്നെ പിടിക്കണം. ഓക്കെ, ടോപ്പിലെ എല്ലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം, ഇത് ടോപ്പാണ്, അപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ടോപ്പാണ്. ഫ്രണ്ട് റൈറ്റ് ടോപ്പ്, ഫ്രണ്ട് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് ടോപ്പ് ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇത് നേരത്തെ നമുക്ക് സ്ട്രൈറ്റ് ലൈനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കാണണ്ടായിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആക്കിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ പാരലായിട്ട് പിടിക്കണം. ഫ്രണ്ടിന് പാരലായിട്ട് ഇത് വരണം. ഓക്കെ, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വീണ്ടും അതേ അല്ല വരുന്നത്. ഫ്രണ്ട് റൈറ്റ് അപ്പ്, ഫ്രണ്ട് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് റെഡി. ഓക്കെ, ഇനി ക്രോസ് റെഡി ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് ഒത്തു വരണം അല്ലേ. ഇങ്ങനെ ഇവിടെ നമുക്ക് നോക്ക്, ഇതും ഒത്തിട്ടുണ്ട്, ഇതും ഒത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തു വരും, ഇങ്ങനെ ഓപ്പോസിറ്റിൽ ഏതെങ്കിലും മാത്രം ഒത്തു വരും. അല്ലെങ്കിൽ എങ്ങനെയാലും രണ്ടെണ്ണം ഒത്തിട്ടുണ്ടാവും, രണ്ടെണ്ണം എങ്ങനെയാണ് ഒത്തിട്ടുണ്ടാവും. ഒന്നുകിൽ ഇത് വെക്കും, ഇത് വെക്കും, അങ്ങനെ ആയിട്ടുള്ള. ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒത്തു വന്നു അത് ഒത്തു വന്നിട്ടില്ല, ഇങ്ങനെ തിരിച്ചു വെക്കാൻ മതി കേട്ടാ. ഇങ്ങനെ നിങ്ങൾക്ക് ചേർന്നാൽ അപ്പോൾ ഉണ്ടാകും ഇത് ഒത്ത്, ഇത് വെക്കൂല അന്നേരം. അപ്പോൾ എങ്ങനെയാലും ഏതെങ്കിലും രണ്ടെണ്ണം ഒത്തിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഓപ്പോസിറ്റ് ഒത്തു വന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കി എടുക്കണം. എന്നിട്ട് പിന്നെ അപ്പം നമുക്ക് രണ്ടും കൂടി കാണാം. ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നെങ്കിൽ ഒന്ന് ബാക്കും ഫ്രണ്ടായിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ടായിട്ട് റൈറ്റ് അപ്പർ, റൈറ്റ് ഇൻവേഴ്സ് അപ്പ്, റൈറ്റ് അപ്പ് പിന്നെ അപ്പ്, എന്നിട്ട് റൈറ്റ് ഇൻവേഴ്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക. ഇങ്ങനെ, അതായത് ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ബാക്കിലും ഇരിക്കണം. ഒന്ന് റൈറ്റ് സൈഡിൽ ഈ ഒത്ത സാധനങ്ങൾ ഒന്ന് ബാക്കിലും ഒന്ന് റൈറ്റ് സൈഡിലാക്കി പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഫ്രണ്ട് ഇപ്പോൾ. ഓക്കെ, എന്നിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേഴ്സ് അപ്പ്, റൈറ്റ് അപ്പ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഇപ്പോൾ എന്തായി, ഇപ്പോൾ ഇത് ചോപ്പ് ചെയ്യാണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രോസ് റെഡിയായി. ഞങ്ങൾക്ക് ഇനി കോർണറുകളാണ് റെഡിയാക്കേണ്ടത്. ഇപ്പോൾ കോർണറുകൾ ഇപ്പോൾ ഇത് ഇവിടെ വേണ്ട കോർണർ തന്നെ കിട്ടിയാൽ നമുക്ക് അല്ലേ. ഇത് ഇവിടെ വരേണ്ട കോർണറല്ല, ഇത് ഇവിടെ വരേണ്ട കോർണറല്ല. കാരണം വെച്ചാൽ പച്ച വേറെയോ വരേണ്ടതല്ല, ചോപ്പ് ഇവിടെ ആണെങ്കിലും പച്ച വേറെയോ വരേണ്ട കോർണർ. അപ്പോൾ എങ്ങനെയാണ് ഷഫിൾ ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ ഈ കോർണർ കറക്റ്റ് കോർണറായിട്ട്, ചിലപ്പോൾ ഒറ്റ കോർണർ കറക്റ്റ് കിട്ടും, പേടിക്കണ്ട. അപ്പോൾ അഥവാ ഒരു കോർണർ ഒറ്റ കോർണർ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാനിനി പറയാൻ പോകുന്ന പോലെ ഒറ്റ പ്രാവശ്യം ഒറ്റ തിരിച്ചാൽ ഏതെങ്കിലും ഒരു കോർണറിൽ നോക്കും. അപ്പോൾ പിന്നെ ഈ ഒരു കോർണർ ഒത്തു കഴിഞ്ഞാൽ ആ കോർണർ ഇവിടെ, അതായത് റൈറ്റ് ഫ്രണ്ട് സൈഡിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ വെച്ചിട്ട് ഇനി പറയുന്ന പോലെ തിരിച്ചാൽ മതി. ഓക്കെ, ഇതെന്താ അപ്പ് അല്ലേ, അപ്പ്. പിന്നെ ഇത് ബാക്കോട്ട്, അതായത് ഇതൊക്കെ സൂത്രവാക്യം പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര വിഷമം പോലെല്ലാം തോന്നും. പക്ഷേ ശരിക്കും നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ സൂത്രവാക്യം ഇല്ല, എനിക്കിപ്പോൾ സൂത്രവാക്യം പറയാൻ കുറച്ച് വിഷമം ആകുന്നുണ്ട്. നേരെ തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഈ പീസ് അവിടെ തന്നെ ഉണ്ടാവും, അനങ്ങിയിട്ടുണ്ടാവും. ബാക്കി എല്ലാ പീസും ഒന്ന് ഷഫിളായിട്ടുണ്ടാവും. പക്ഷേ ഷഫിളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് അല്ല വന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതേപോലെ ചെയ്യണം. അപ്പോൾ ഇതൊന്നും കറക്റ്റ്, ഒന്ന് കറക്റ്റല്ല ബാക്കി കറക്റ്റല്ല എന്ന് വിചാരിച്ചോ. ഇങ്ങനെ തന്നെ പിടിക്കുക, ഒന്നും കൂടി ചെയ്യാം. അതേപോലെ ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ്, ഇതിൽ കറക്റ്റല്ല, ഇത് കറക്റ്റ്, ഇത് ഒത്ത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ അങ്ങ് ഷഫിൾ ചെയ്ത് ഒത്ത് അങ്ങ് ശരിയാക്കിയാൽ മതി. ചിലപ്പോൾ ഒറ്റ നോക്കൂല, ഇതിപ്പോൾ എന്താ ഭാഗ്യത്തിന് ഒന്നൊത്ത്. ഇപ്പോൾ ഇതിനെ ഇവിടെ ഈ കോർണർ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത്
ഇല്ല, റൈറ്റ് ഇൻവേഴ്സ് ഡൗൺ ഇൻവേഴ്സ് റൈറ്റ് ഡൗൺ അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം കൊളാവും. അതൊന്നും പേടിക്കരുത്, ഒറ്റ പിടുത്തം പിടിക്കുക. ഈ പിടുത്തം ഇനി മാറ്റരുത്.